അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾറെഡി അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ കോൺസെപ്റ്റും അതുമായി റിലേറ്റഡ് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. 5 ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി ടേംസ് ആർ ദർ ഇൻ ദിസ് സീരീസ് 4, 7, 10, 13 up to 148. എന്താ ഇതിന്റെ അർത്ഥം? അതായത് ഈ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ടേം, ഫസ്റ്റ് ടേമിനെ നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യും? എ ഈസ് ഈക്വൽ ടു 4 എഴുതി. അപ്പൊ തന്നെ നമുക്ക് കോമൺ ഡിഫറൻസും എഴുതാം. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 7 ആണ്, മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 4 ആണ്. 7 മൈനസ് 4 ഇസ് ഈക്വൽ ടു 3 നമുക്ക് കിട്ടി. ഇനി 148 എന്നുള്ളത് എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഇതിനകത്ത് ഇതിന്റെ ഇടയിൽ എത്ര ടേംസ് ഉണ്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു 148നെ നമ്മൾ ലാസ്റ്റ് ടേം ആയി എടുക്കുന്നു. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 148. ലാസ്റ്റ് ടേമിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്, ഇസ് ഈക്വൽ ടു 148. എക്ക് പകരം നമുക്ക് എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിന് പകരം n അറിയില്ല, അപ്പോൾ n മൈനസ് 1 ഇൻറ്റു ഡിക്ക് പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇസ് ഈക്വൽ ടു 148. ഈ 4നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുവരാണ്, ഇസ് ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക്. സോ 148 മൈനസ് 4 is equal to 144. ഈ 3നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഇവിടെ ഓൾറെഡി മൾട്ടിപ്ലിക്കേഷൻ ആണ്, അപ്പുറത്തേക്ക് വരുമ്പോൾ മീൻസ് ഈസ് ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് എഴുതുമ്പോൾ അത് ഡിവിഷൻ ആവും. സോ n മൈനസ് 1 ഇസ് ഈക്വൽ ടു 144 ഡിവൈഡ് ബൈ 3 ഇസ് ഈക്വൽ ടു 14ൽ 3 എത്ര ടൈംസ്? 4 ടൈംസ്, ബാക്കി 2. ഓക്കെ, 24ൽ എത്ര ടൈംസ്? 8 ടൈംസ്. സോ നമുക്ക് എന്ത് കിട്ടി? n minus 1 is equal to 48. So n is equal to 49. So 148 എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണ്? 49th ടേം ആണ്. സോ ഇൻ ബിറ്റ്വീൻ ഈ 4 തൊട്ടിട്ട് ഈ 148 വരയ്ക്കും ഉള്ള ഈ ഒരു APനകത്ത് എത്ര ടേംസ് കാണും? 49 ടേംസ് കാണും. അപ്പോൾ എത്ര നമ്പർ ഓഫ് ടേംസ് ആണ് ഇതിന്റെ ഇടയിൽ എന്ന് ചോദിക്കുമ്പോൾ എത്ര ടേംസ്? 49 ടേംസ്. 7th question. If 5th and 6th terms of an AP are respectively 6 and 5, find the 11th term of the AP. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 5th ടേം തന്നിട്ടുണ്ട് 6 ആണെന്ന്, 6th ടേം തന്നിട്ടുണ്ട് 5 ആണെന്ന്. നമ്മളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് 11th ടേം ആണ്. അപ്പൊ 11th ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. എയും ഡിയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 11th ടേം കിട്ടും. ഇവിടെ n എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ ഇവിടെ n മൈനസ് 1 എന്ന് പറയുന്നത് a പ്ലസ് 11 മൈനസ് ഡി. സോ a പ്ലസ് 11 മൈനസ് 1 10d. അപ്പോൾ എയും ഡിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 5th ടേമും 6th ടേമും ആണ്. 5th ടേം ഇസ് ഈക്വൽ ടു 6. അപ്പൊ തന്നെ നമുക്ക് എന്ത് എഴുതാം? a പ്ലസ് 4d ഇസ് ഈക്വൽ ടു 6 എന്ന് എഴുതാം. 6th ടേം തന്നിട്ടുണ്ട്. 6th ടേമിന് പകരം നമുക്ക് എന്ത് എഴുതാം? a പ്ലസ് 5d ഇസ് ഈക്വൽ ടു 5 എന്ന് എഴുതാം. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. അങ്ങനെ 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് d കിട്ടും. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. a പ്ലസ് 4d ഇസ് ഈക്വൽ ടു 6, a പ്ലസ് 5d ഇസ് ഈക്വൽ ടു 5. ഈ 2 ഇക്വേഷനും തമ്മിൽ എങ്ങനെയാ എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്യാം? ഇവിടെ സൈൻ നോക്കുക, രണ്ടിന്റെയും സൈൻ സെയിം ആയതുകൊണ്ട് ഈ ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ ചെയ്താൽ മതി. ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ ആഡ് ചെയ്യണം, സെയിം സൈൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ ഇവിടെ നമ്മൾ മൈനസ്, ഇവിടെയും മൈനസ്, ഇവിടെയും മൈനസ് എഴുതി. a മൈനസ് a കട്ട് ചെയ്ത് പോയി. 4d മൈനസ് 5d മൈനസ് d is equal to 6 minus 5, 1. So d is equal to minus 1.
അപ്പോൾ ഡിയുടെ ആൻസർ കിട്ടി -1. ഇനി ഇത് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയുടെ വാല്യൂ കിട്ടും. എ പ്ലസ് 5 ഇൻറ്റു ഡിക്ക് പകരം -1 ഇസ് ഈക്വൽ ടു 5. എ മൈനസും പ്ലസും മൈനസ് 5 ഇസ് ഈക്വൽ ടു 5. എ ഇസ് ഈക്വൽ ടു 5 പ്ലസ് 5 ഇസ് ഈക്വൽ ടു 10. അപ്പോൾ എയും ഡിയും കിട്ടി. ഇനി 11th ടേം എഴുതാൻ എന്താ ബുദ്ധിമുട്ട് നമുക്ക്? 11th ടേം നമുക്ക് എഴുതാം. എക്ക് പകരം 10. 10 പ്ലസ് 10 ഇൻറ്റു ഡിക്ക് പകരം -1 ഇസ് ഈക്വൽ ടു 10 പ്ലസും മൈനസും -10. സോ 10 മൈനസ് 10 ഇസ് ഈക്വൽ ടു 0. സോ 11th ടേം നമുക്ക് എന്തായി കിട്ടി? ഇപ്പോൾ 0 ആയിട്ട് കിട്ടി. സോ ഈ ഒരു AP-യിൽ 11th ടേം എന്ന് പറയുന്നത് 0 ആണ്. 8th question. Find the 10th term from the end of the AP 4, 9, 14, up to 254. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് AP തന്നിട്ടുണ്ട് 4, 9, 14 up to 254. ഫ്രം ദ എൻഡ് ആണ് നമ്മളുടെ അടുത്ത് 10th ടേം ചോദിച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. എയും ഡിയും കിട്ടിയാൽ ഈസി ആയിട്ട് എഴുതാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ലാസ്റ്റിൽ നിന്ന് 10th ടേം ആണ് നമ്മളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇങ്ങനെ പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ ലാസ്റ്റിൽ നിന്ന് 10th ടേം എന്ന് പറയുമ്പോൾ തുടക്കം തൊട്ടിട്ട് അത് എത്രാമത്തെ ടേം ആവുമെന്ന് നമുക്കറിയില്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞത് ഈ തന്നിരിക്കുന്ന ലാസ്റ്റ് ടേമിനെ നമ്മൾ ഫസ്റ്റ് ടേം ആക്കി എഴുതാം. അപ്പോൾ എ ഇസ് ഈക്വൽ ടു 254. പിന്നെ കോമൺ ഡിഫറൻസ് എടുക്കണം. സോ കോമൺ ഡിഫറൻസ് നമ്മൾ സാധാരണ എങ്ങനെ എടുക്കാറ്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. ഫസ്റ്റ് ടേം മൈനസ് സെക്കൻഡ് ടേം എടുത്താലാണ് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുക. സോ ഫസ്റ്റ് ടേം 4 മൈനസ് 9 ഇസ് ഈക്വൽ ടു -5. അപ്പൊ നമുക്ക് എയും അതായത് ഫസ്റ്റ് ടേമും ഒപ്പം തന്നെ കോമൺ ഡിഫറൻസും കിട്ടി. ഇനി നമുക്ക് 10th ടേം എഴുതാം. T10 ഇസ് ഈക്വൽ ടു എ പ്ലസ് 9d. ഡയറക്റ്റ് എഴുതി. ഇവിടെ ന്റെ വാല്യൂ 10 ആണ്. സോ n-1 9d ഇസ് ഈക്വൽ ടു എക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 254 പ്ലസ് 9 ഇൻറ്റു ഡിക്ക് പകരം -5. സോ ഇസ് ഈക്വൽ ടു 254 പ്ലസും മൈനസും മൈനസ് 9 ഇൻറ്റു 5 45. സോ നമ്മളിത് കുറയ്ക്കുമ്പോൾ 209 നമുക്ക് കിട്ടും. സോ 209 ആണ് ലാസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് ഉള്ള 10th ടേം എന്ന് പറയുന്നത്. 9th question. If the third and 9th terms of an arithmetic progression are 4 and -8 respectively, which term of it is 0? ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് തേർഡ് ടേം തന്നിട്ടുണ്ട് 4, 9th ടേം തന്നിട്ടുണ്ട് -8. എത്രാമത്തെ ടേം ആണ് 0 എന്ന് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ 0 എത്രാമത്തെ ടേം ആണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ nth ടേം ആണ് 0 എന്ന് എടുത്തു. അപ്പൊ തന്നെ നമുക്കറിയാം ഇത് a പ്ലസ് n-1 ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു 0. എയും ഡിയും കിട്ടിയാൽ n നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ എങ്ങനെയാണ് എയും ഡിയും കിട്ടുക? ഓൾറെഡി നമുക്ക് ഇവിടെ 2 ടേംസ് തന്നിട്ടുണ്ട്. തേർഡ് ടേം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് എഴുതാം? a പ്ലസ് 2d ഇസ് ഈക്വൽ ടു 4. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷൻ. 9th ടേം ഇസ് ഈക്വൽ ടു -8. a പ്ലസ് 9th ടേം എന്ന് പറയുമ്പോൾ ഇവിടെ 8d ഇസ് ഈക്വൽ ടു -8. ഇത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. 2 ഇക്വേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് എങ്ങനെ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡി കണ്ടുപിടിക്കാം? എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡി കണ്ടുപിടിക്കാം. അപ്പോൾ ഈ സെക്കൻഡ് ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതുവാണ്. a പ്ലസ് 8d ഇസ് ഈക്വൽ ടു -8. 2 ഇക്വേഷനും സെയിം, ഈ എയുടെ സൈൻ സെയിം ആയതുകൊണ്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ഈ ഒരു ഭാഗം എലിമിനേറ്റ് ചെയ്ത് പോകും. സോ ഇവിടെ മൈനസ്, ഇവിടെ മൈനസ് ആണ് ഓൾറെഡി, അപ്പൊ ഇവിടെ പ്ലസ്. എയും a മൈനസ് a ക്യാൻസൽ ആയി പോയി. 2d മൈനസ് 8d മൈനസ് 6d ഇസ് ഈക്വൽ ടു 4 പ്ലസ് 8 12. സോ d ഇസ് ഈക്വൽ ടു 12 ഡിവൈഡ് ബൈ -6 ഇസ് ഈക്വൽ ടു -2. സോ ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടി -2. ഈ ഡിയുടെ വാല്യൂ ഈ ഒരു ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതിന്റെ വാല്യൂ കിട്ടും? എയുടെ വാല്യൂ കിട്ടും. a പ്ലസ് 8 ഇൻറ്റു -2 8 ഇൻറ്റു -2 ഇസ് ഈക്വൽ ടു -8. a
ഇവിടെ പ്ലസും ഇവിടെ മൈനസും. സോ മൈനസ് 8 2s are 16 is equal to -8. A is equal to -8 ഇവിടെ തന്നെയുണ്ട്. ഈ -16 അങ്ങോട്ട് പോകുമ്പോൾ +16. A is equal to ഡിഫറൻറ്റ് സൈനാ. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് നമുക്ക് വലുതിന്റെ ചിഹ്നം എഴുതാം. 6 - 8 8. അപ്പോൾ ഡി എന്നുള്ളത് -2ഉം എ എന്നുള്ളത് 8ഉം കിട്ടി. ഇനി ഈ 0 എന്ന് പറഞ്ഞത് എത്രാമത്തെ ടേം ആണെന്ന് നമുക്ക് ഈ എയുടെ വാല്യൂം ഡിയുടെ വാല്യൂം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 8 എഴുതാം. n മൈനസ് ഡി, ഡിക്ക് പകരം -2 is equal to 0. 8നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. n minus 1 into -2 is equal to -8. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. -2n മൈനസും മൈനസും പ്ലസ് 1 into 2 2 is equal to -8. -2n is equal to -8. ഈ +2 അങ്ങോട്ട് പോകുമ്പോൾ -2. -2n is equal to -10. n is equal to മൈനസ് മൈനസ് എന്ത് ചെയ്ത് പോയി? ക്യാൻസൽ ആയി പോയി. ഈ രണ്ട് എവിടേക്ക് പോകും? ഡിവിഷൻ ആവും. സോ ഇസ് ഈക്വൽ ടു 5. സോ n is equal to 5 എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? 5th ടേം ആണ് ഈ ഒരു പ്രോഗ്രഷനിൽ, അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ 0 ആയിട്ട് വരുന്നത്. എത്രാമത്തെ ടേം? 5th ടേം. അപ്പോൾ n-ന്റെ വാല്യൂ നമുക്ക് കിട്ടി 5. 10th question. For what value of n the nth term of AP 63, 65, 67 and nth term of AP 3, 10, 17 are equal to each other? ഈ ഒരു ക്വസ്റ്റിനകത്ത് നമുക്ക് രണ്ട് AP തന്നിട്ടുണ്ട്. ആദ്യത്തെ AP എന്ന് പറയുന്നത് 63, 65, 67ഉം രണ്ടാമത്തെ AP എന്ന് പറയുന്നത് 3, 10, 17ഉമാണ്. ഈ ഫസ്റ്റത്തെ APയുടെ nth ടേമും സെക്കൻഡ് APയുടെ nth ടേമും രണ്ടും ഈക്വൽ ആണ്. ഈക്വൽ ആവണമെങ്കിൽ അത് എത്രാമത്തെ ടേം ആണെന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്നും കൂടിയും പറയാം. അതായത് ഈ ഒരു APയിൽ nth ടേം ഉണ്ട്, സെക്കൻഡ് APയിലും nth ടേം ഉണ്ട്. ഈ രണ്ട് nth ടേംസും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആ n-ന്റെ വാല്യൂ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ APയിൽ നമുക്ക് ആദ്യം തന്നെ എന്ത് എഴുതാം? a is equal to 63 എഴുതാം. കോമൺ ഡിഫറൻസ് is equal to 65. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 65 minus 63 is equal to 2. ഒപ്പം തന്നെ nth ടേം എങ്ങനെ എഴുതാം നമുക്ക്? a plus n minus 1 into d. എക്ക് പകരം 63 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n minus 1 into ഡിക്ക് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കുവാണെങ്കിൽ ഇവിടെ 2n minus 2, 63 minus 2, 61 plus 2n. ഇത്രയേ നമുക്ക് കിട്ടുള്ളൂ. അത്രയും നമ്മൾ എഴുതി വെച്ചു. ഇതേപോലെ തന്നെ സെക്കൻഡ് APയിലും നമുക്ക് എഴുതാം. a ഫസ്റ്റ് ടേം is equal to 3, കോമൺ ഡിഫറൻസ് is equal to സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, so 10 minus 3 is equal to 7. nth term is equal to a plus n minus 1 into d. എക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 3 പ്ലസ് n minus 1, ഡിക്ക് പകരം 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 അങ്ങനെ തന്നെ എഴുതി. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി കൊടുക്കുവാണെങ്കിൽ 7n അപ്പൊ നമ്മുടെ അടുത്ത് ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുവാണ്. നമ്മളെ അടുത്ത് പറഞ്ഞത് ഈ രണ്ട് ടേംസും nth ടേം ഓഫ് ദി ഫസ്റ്റ് AP ആൻഡ് ദി nth ടേം ഓഫ് ദി സെക്കൻഡ് AP ആർ ഈക്വൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? ഫസ്റ്റ് ടേമിന്റെ nth ടേം Tn is equal to the second APയിലെ nth ടേം. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമുക്കത് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ nth ടേം എന്ന് പറയുന്നത് 61 plus 2n ആണ്. is equal to സെക്കൻഡ് APയുടെ -4 plus 7n ആണ്. 2n ഇവിടെ വെച്ചു. ഈ റൈറ്റ് സൈഡിലെ n ഇങ്ങോട്ട് വലിക്കുകയാണ്, മീൻസ് ഇങ്ങോട്ട് കൊണ്ടുവരാണ്. സോ -7n is equal to -4 അവിടെ തന്നെയുണ്ട്. ഈ 61 അങ്ങോട്ട് പോകുമ്പോൾ -61. 2n-ൽ നിന്ന് 7n കുറച്ച് കഴിഞ്ഞാൽ -5n is equal to -4 -61 -65. നെഗറ്റീവും നെഗറ്റീവും ക്യാൻസൽ ആയി പോയി. 5n is equal to 65. n is equal to 65 divided by 5. 13. So n is equal to 13.
സോ 13th ടേം രണ്ട് എ പിയിലും 13th ടേം ആണ് എന്തായി വരുന്നത് ഈക്വൽ ആയിട്ട് വരുന്നത്. 11th question. Fourth term of an AP is equal to 3 times of its first term and seventh term exceeds twice the third term by 1. Find the first term and the common difference. ഈ ഒരു ക്വസ്റ്റിനകത്ത് നമുക്ക് ഫോർത്ത് ടേം തന്നിട്ടുണ്ട് 3a. ഒപ്പം തന്നെ സെവൻത് ടേം നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് എക്സീഡ് ബൈ 1. ഏതിനേക്കാളും ട്വൈസ് ഓഫ് ദി തേർഡ് ടേം. എന്താ അതിന്റെ അർത്ഥം? അതായത് തേർഡ് ടേമിന്റെ ട്വൈസിന്റെക്കാളും ഒന്ന് കൂടുതലാണ് എത്രാമത്തെ ടേം? സെവൻത് ടേം. അപ്പൊ ഇതെങ്ങനെ പറയും? സെവൻത് ടേം ഓഫ് ദി എ പി എക്സീഡ് ബൈ 1 ഏതിനേക്കാളും ട്വൈസ് ഓഫ് ദി തേർഡ് ടേം. അപ്പൊ അത് എങ്ങനെ എഴുതാം? ഇങ്ങനെയാണ് അത് എഴുതാം. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ആണ്. സോ എ ഇസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് കോമൺ ഡിഫറൻസും അറിയില്ല, നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ തന്നിരിക്കണ ഈ ഗിവൺ ഡാറ്റ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഫോർത്ത് ടേമിന് പകരം നമുക്ക് എന്ത് എഴുതാം? എ പ്ലസ് 3d ഇസ് ഈക്വൽ ടു 3a എഴുതി. ഈ 3a നമ്മൾ ഇങ്ങോട്ട് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാണ്. സോ മൈനസ് 3a ഇസ് ഈക്വൽ ടു ഈ 3d അങ്ങോട്ട് കൊണ്ടുപോവാണ്. സോ മൈനസ് 3d. a minus 3a minus 2a is equal to minus 3d. a is equal to minus 3d അവിടെ തന്നെയുണ്ട്, ഈ മൈനസ് 2 താഴെ. സോ മൈനസും മൈനസും ക്യാൻസൽ ആയി പോയി. 3/2 എന്ന് പറയുമ്പോൾ 1.5d. ഇത്രയാണ് മാക്സിമം ഇതിൽ നിന്ന് എഴുതാൻ പറ്റുക. സോ എയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് d ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1.5d. ഇനി ഈ ഒരു ഭാഗം നമ്മൾ എഴുതുവാണ്. സെവൻത് ടേമിന് പകരം നമുക്ക് എന്ത് എഴുതാം? a plus 6d is equal to twice of എത്രാമത്തെ ടേം? തേർഡ് ടേം. തേർഡ് ടേമിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? a plus 2d plus 1. a plus 6d is equal to ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി കൊടുക്കുവാണ്. 2a plus 2 2s are 4d plus 1. a അവിടെ തന്നെ വെച്ചു. ഈ 2a ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ മൈനസ് 2a പ്ലസ് 6d ഇവിടെ തന്നെയുണ്ട്. ഈ 4d ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 4d is equal to 1. a minus 2a minus a plus 6d minus 4d 2d is equal to 1. ഇത്രയാണ് അതിൽ നിന്ന് മാക്സിമം നമുക്ക് എഴുതാൻ പറ്റുക. ഇവിടെ എക്ക് പകരം 1.5d എന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആ എയുടെ വാല്യൂ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് എക്ക് പകരം 1.5d പ്ലസ് 2d is equal to 1. മൈനസ് 1.5d പ്ലസ് 2d എന്ന് പറയുമ്പോൾ 0.5d is equal to 1. d is equal to 1 divided by 0.5. So point കളയാൻ into 10 into 10. So 10 divided by 5 is equal to 2. So common difference എത്ര കിട്ടി നമുക്ക്? 2 കിട്ടി. ഇനി ഈ കോമൺ ഡിഫറൻസ് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 1.5 into d ക്ക് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. is equal to 30 ആണ് കിട്ടുക. 1 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുമ്പോൾ 3 കിട്ടും. സോ എയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? a is equal to 3. ഒപ്പം തന്നെ കോമൺ ഡിഫറൻസ് d is equal to 2 കിട്ടി. അപ്പോൾ രണ്ട് ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം, എയും കണ്ടുപിടിക്കാം നമുക്ക്. ഓക്കെ, 12th question. For the AP 10, 15, 20 up to 195, find the number of terms in the above AP and also sum of all the terms. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് എ പി തന്നിട്ടുണ്ട്. 10, 15, 20 up to 195. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന എ പി. ഇതിന്റെ ഇടയിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്? ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. സോ n is equal to ക്വസ്റ്റ്യൻ മാർക്ക്. ഒപ്പം തന്നെ ഈ ഇതിന്റെ ഇടയിലുള്ള അതായത് ഈ 10 തൊട്ടിട്ട് 195 വരെയുള്ള എല്ലാ ടേംസിന്റെയും സമ്മം കൂടി കണ്ടുപിടിക്കണം, അതായത് തുക കണ്ടുപിടിക്കണം. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എഴുതാം എസ് എൻ എന്നാണ്. സം ഓഫ് എൻ ടേംസ് എന്നാണ് ഇത് വായിക്കുക. സം ഓഫ് എൻ ടേംസ് ഇസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട് ഇതിനകത്ത് എന്ന് കണ്ടുപിടിക്കാം. ഈ ഒരു എ പിയിൽ ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 10, കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സോ 15 മൈനസ് 10 ഇസ് ഈക്വൽ ടു 5. അപ്പോൾ ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. ഈ 195 നമുക്ക് അറിയില്ല അത് എത്രാമത്തെ ടേം ആണ്, നമ്മൾ ലാസ്റ്റ് ടേം ആക്കി എടുക്കണം. സോ 195 ഇസ് ദ ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേമിന് പകരം നമുക്ക് എന്ത് എഴുതാം? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ഇസ് ഈക്വൽ ടു 195 എഴുതി. എക്ക് പകരം നമുക്ക് 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
n മൈനസ് 1 അവിടെ തന്നെ വെച്ചു. ഡിക്ക് പകരം 5 ഇസ് ഈക്വൽ ടു 195. ഈ 10നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, സോ 5n മൈനസ് 5 ഇസ് ഈക്വൽ ടു 195 minus 10. 195 minus 10. So 5n minus 5 is equal to 185. 5n is equal to 190. ഇത് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 5. 185 plus 5 190. n is equal to 190 divided by 5 is equal to ഇതിൽ 3 times 15. ബാക്കി 4 ഉണ്ട്. 40നകത്ത് 5ൽ 5ന്റെ ടേബിളിൽ എത്ര ടൈംസ് പോവും? 8 ടൈംസ്. സോ n is equal to 38 കിട്ടി. ഇനി നമ്മളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇതിന്റെ ഇടയിൽ അതായത് ഇത് 38 നമ്പർ ഓഫ് ടേംസ് ആണ് ഇതിന്റെ ഇടയിലുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് 38. അതിന്റെ ടോട്ടൽ അതായത് ഓരോ ടേമിന്റെയും എല്ലാ ടേംസിന്റെയും സം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സമ്മിന് ഒരു ഇക്വേഷൻ ഉണ്ട്. Sn is equal to n by 2 into 2a plus n minus 1 into d. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അതായത് എയും കോമൺ ഡിഫറൻസും നമ്പർ ഓഫ് ടേംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. അല്ല, അടുത്തൊരു ഇക്വേഷനും കൂടി ഉണ്ട് ഈ സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാൻ. n by 2 into a plus n. അതായത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. രണ്ട് ഇക്വേഷൻ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനാണ്. ലാസ്റ്റ് ടേം ഇവിടെ തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ചൂസ് ചെയ്യുന്നു. സോ സം ഓഫ് എത്ര ടേംസ് ഉണ്ട്? 38 ടേംസ് ഇസ് ഈക്വൽ ടു n പകരം 38 ഡിവൈഡ് ബൈ 2 ഇൻറ്റു എക്ക് പകരം 10 പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 195. സോ ഇവിടെ 19 ഇൻറ്റു 10 പ്ലസ് 195 is equal to 200. ഇവിടെ ഇൻറ്റു എഴുതിയാൽ മതി. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം 205. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം 3895. സോ ഇതാണ് ഈ 38 നമ്പേഴ്സ്, അതായത് എ പിയിലുള്ള 38 നമ്പേഴ്സിന്റെ തുക.